ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്ന് ഞാൻ പറയണില്ല. ഞാൻ ഫസ്റ്റ് ഒരു എന്താ പറയുക വെൽക്കം ഒക്കെ പറഞ്ഞതാണ്. അപ്പം ഞാൻ ഇത് വേറെ ഒന്നുമല്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ കുറച്ച് ദിവസമായിട്ട് ഒന്ന് എൻ്റെ ആ ഒരു റൂട്ടൊന്ന് മാറ്റി പിടിക്കണം എന്നുള്ളത്. കാരണം എല്ലാവരും ഓർണമെന്റ്സ് ഞാൻ ഇവിടെ ഇടുന്നത് ചോദിക്കുമ്പോൾ എവിടെ പോയി കാണണം എന്ന് ചോദിക്കും. കാണണം എന്ന് പറയുമ്പോൾ ശരിക്കും ഇൻസ്റ്റാഗ്രാം പേജ് വലിയ കുഴപ്പമില്ലാണ്ട് അപ്ഡേറ്റ് ചെയ്ത് പോകുന്നുണ്ട് കുട്ടികൾ. പക്ഷേ മറ്റേ ഡ്രീം കളക്ഷൻസ് എന്നുള്ള ഓർണമെന്റ്സിന്റെ ചാനല് തൊട്ടിട്ട് കുറേ നാളുകളായി. എനിക്ക് തോന്നുന്നു ഓണത്തിന് ചെയ്തതാ, പിന്നെ ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു അവിടെ അത് ഉണ്ടോന്ന് പോലും കുറെ പേർക്ക് അറിയില്ല. അപ്പൊ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് അവിടേക്ക് കൊണ്ടെത്തിക്കാം എന്നുള്ള വിചാരത്തിലാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പൊ കുറെ കുട്ടികൾ പറഞ്ഞു, ആന്റി ഏത് ചാനലിലാണ് ഈ വള ഇട്ടതെന്ന് ഞങ്ങൾക്ക് കാണില്ല, ഏത് വീഡിയോയിലാണെന്ന് കാണില്ല എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരു ആശയക്കുഴപ്പം വന്നു. അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. നമ്മളുടെ സാധാരണ ഡേ ഇൻ മൈ ലൈഫ് പോലെയുള്ള സംഭവത്തിന്റെ ഇടയിൽ ഒരു സെക്ഷൻ ഞാൻ ഓർണമെന്റ്സിന്റെ ഇടാണ്. സെയിം ഓർണമെന്റ്സിന്റെ വീഡിയോസ് ഞാൻ ഡ്രീം കളക്ഷൻസിലും അപ്ലോഡ് ചെയ്യും. അപ്പൊ എങ്ങനെയാന്ന് വെച്ചാൽ അങ്ങനെ ഡ്രീം കളക്ഷൻസ് കാണുമ്പോൾ അതിന്റെ മുമ്പത്തെ വീഡിയോസും കാണും. പിന്നെ ഇവിടെ നിന്ന് കുറച്ച് ഞാൻ അത് ശരിക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എത്രത്തോളം ശരിയാവും എന്നുള്ളതൊന്നും എനിക്ക് അറിയില്ല. എന്തായാലും ചാനൽ അതെ, ഡെൻസി ടോണി ചാനൽ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവും. പക്ഷെ ഇങ്ങനെ ഒരു സെഗ്മെന്റ് എത്രത്തോളം എനിക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്ന് അറിയില്ല. നിങ്ങൾക്കറിയാം, ഞാൻ അതിന് വേണ്ടി ഇങ്ങനെ ഇരിക്കണം. കാരണം നിങ്ങളോട് എന്നും വരുന്ന പോലെയല്ലല്ലോ ഡ്രീം കളക്ഷൻസ് എന്ന് പറഞ്ഞ ഒരു ചാനലിൽ പോയി ഇരിക്കുമ്പോൾ നമ്മൾ ഈ വീട്ടിൽ നിൽക്കുന്ന അത് ചെയ്യാൻ പാടില്ലല്ലോ. നമ്മൾ അത് ചെയ്യുന്ന ഒരു അത് നീതികേടാണത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് ഇങ്ങനെ ലേറ്റ് ആവുന്നത് കേട്ടോ. അപ്പൊ ഞാൻ ഭംഗിയിൽ എടുക്കുന്നുണ്ട്. ഈ എടുക്കുന്നത് ഞാൻ അപ്പുറത്ത് അപ്ലോഡ് ചെയ്യും ഡ്രീം കളക്ഷൻസിൽ. അപ്പൊ നിങ്ങൾ ഓർണമെന്റ്സ് ഇതിന്റെ മുമ്പത്തെ വീഡിയോസും കാണാത്തവരുണ്ടെങ്കിൽ ഡ്രീം കളക്ഷൻസ് എന്ന് പറഞ്ഞ ചാനൽ ഉണ്ടായിരിക്കും. അപ്പൊ അതിൽ പോയിട്ട് നോക്കി കഴിഞ്ഞാൽ ഡംബൽസ് കുറേ സംഭവങ്ങൾ മുമ്പത്തെ തൊട്ടുള്ള ഐറ്റംസ് ഉണ്ട്. അതിൽ ഒരുവിധം സാധനങ്ങൾ ഇപ്പോഴും നമ്മളുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടെന്ന് പഴയതല്ല, സാധാരണ ഓർണമെന്റ്സ് ആണ് അതൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് എടുക്കുന്ന വീഡിയോ അപ്പുറത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അത് പോയി കാണാം കേട്ടോ. ആ ചാനലും സപ്പോർട്ട് ചെയ്യുക. കാരണം അതില് വ്യൂസും ഇല്ല, സബ്സ്ക്രൈബേഴ്സും ഇല്ല, ഒന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഒരു വർഷം നിങ്ങൾക്കത് നോക്കിയാൽ അറിയാം. ചത്ത് കെടുക്കാന്നൊക്കെ പറയില്ലേ, അങ്ങനെയൊക്കെ എടുക്കുക. ഇത്രയും ഭംഗിയിൽ കൊണ്ടുവന്നിട്ട് അതിങ്ങനെ ഒന്നും അല്ലാണ്ട് ആക്കിയിട്ടതിൽ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. പക്ഷെ ഞാൻ ഇന്ന് തൊട്ട് നല്ല കുട്ടിയാവാൻ പോവാ. കുറെ ദിവസമായി പറഞ്ഞു തുടങ്ങിയിട്ട്. പക്ഷെ ഇന്ന് തൊട്ട് ശരിക്കും നല്ല കുട്ടിയാവാൻ പോവാന്ന് വിചാരിക്കുന്നുണ്ട്. അല്ലെ ഡിവൈനെ? എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ 2 കുട്ടികളെ ഇടവും വലവും ഉണ്ട്. എന്റെ എന്താ പറയാ ശ്രദ്ധയാണ്. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? തുടങ്ങാം. അപ്പൊ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കണ്ണുപെടാണ്ടിരിക്കാനുള്ള സംഭവം കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. കാരണം എനിക്ക് എന്താ പറയാ, അതിലെനിക്ക് ഇത്തിരി വിശ്വാസമുള്ള ആളാണ് കേട്ടോ. ഞാൻ അങ്ങനത്തെയൊക്കെ വിശ്വസിക്കുന്ന ആളാണ്. ക്രിസ്ത്യൻസിന് അങ്ങനെ വിശ്വാസം പാടില്ല എന്നൊക്കെ പറയും. പക്ഷെ വിശ്വാസം എന്നുള്ളത് ജാതി മതം ഭേദമന്യേ എല്ലാവർക്കും ഉള്ളതാണ് ഒരു വിശ്വാസം എന്നുള്ളത്. അപ്പൊ ഇത് കണ്ണുപെടാണ്ടിരിക്കാനുള്ള ഒരു സംഭവമാണ് ട്രേ. അപ്പൊ ഇത് എല്ലാതും കൂടി ഇടണമെന്ന് യാതൊരു നിർബന്ധമില്ല. നമ്മളുടെ കയ്യിൽ പല പാറ്റേൺ ഉണ്ടെന്നുള്ളു. അപ്പൊ ഞാനത് കാണിക്കാനാണ്. എങ്ങനെയാ വെച്ചാൽ കുഞ്ഞുണ്ണികൾക്ക് ഇങ്ങനെ ഇതുപോലെ കമ്മലുകൾ പറയും. ഇത് ശരിക്കും ബ്ലാക്കും ഉണ്ട്, ബ്ലൂ ഉണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ബ്ലൂ എന്ന കളർ ട്രെൻഡിങ്ങിലായിട്ട് ഇരിക്കുന്ന സമയമാണ്. ഇപ്പൊ എന്ത് ഇട്ടാലും ബ്ലൂ ആണ് എല്ലാവരും എടുക്കുന്നത്. ഞാൻ ഇട്ടേക്കുന്നത് ബ്ലൂ ആണ് കേട്ടോ. ബ്ലൂ ആണ് ശരിക്കും ഇപ്പോഴത്തെ കളറ്. അപ്പൊ ഇതിലെങ്ങനെയാ വെച്ചാൽ കുഞ്ഞു കുട്ടികൾക്കാണെങ്കിൽ ചിലവർക്ക് ബ്രേസ്ലെറ്റും മാലയൊന്നും ഇടാൻ പറ്റാത്ത കുട്ടികളുണ്ട്. അവർക്കുള്ളതാണ് ഈ കുട്ടിക്കമ്മല്. ഇതിപ്പോ നമ്മൾക്കായാലും ടീനേജ് കുട്ടികൾക്കായാലും യൂസ് ചെയ്യാം. ഇതിങ്ങനെ ഒറ്റയ്ക്കാണ് കേട്ടോ വരണത്. ഞാനിങ്ങനെ ഒന്നിച്ച് കാണിക്കണമെന്നുള്ളൂ. അപ്പൊ ഇതാണ് ഇതിന്റെ കമ്മല്. ഇപ്പൊ സ്റ്റഡ് നമുക്ക് മാറ്റിയിടണമെങ്കിൽ മാറ്റിയിടാം. കാരണം ഇതിങ്ങനെ വട്ടക്കണ്ണിയാണ് വന്നേക്കണേ. സ്റ്റഡും ഇതും സെപ്പറേറ്റ് ആണ്. അപ്പൊ നമുക്ക് ഇനിയിപ്പോ ബ്ലൂ സ്റ്റഡ് ഇടണമെങ്കിൽ ഇടാം, വൈറ്റ് സ്റ്റോൺ വേണമെങ്കിൽ ഇടാം. ഇങ്ങനെ കാണിക്കണമെന്നുള്ളൂ കേട്ടോ. അപ്പൊ ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് നമ്മളുടെ ബ്രേസ്ലെറ്റ് വരണതാ. ഈ ബ്രേസ്ലെറ്റ് അങ്ങനെ വരണതിന്റെ കാരണം എന്താ വെച്ചാല് ഇത് ഫുൾ വട്ടക്കണ്ണിയാണ്. അപ്പൊ നിങ്ങളുടെ സൈസ് പറഞ്ഞാൽ അതനുസരിച്ച് നമ്മളിവിടെ നല്ല മറ്റേ ഉർവശിയുടെ ചെയിനോ എന്തെങ്കിലും ഇട്ട് തരും. അപ്പൊ അതിനാണ് ഇത് തന്നെ നമുക്ക് ഇങ്ങനെ നെക്ലസ് ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരാം. അതായത് ഇവിടെ നിങ്ങളുടെ ഈ വട്ടക്കണ്ണി എന്നുള്ളത് ചെറിയ ആർപിടിയുടെ മാല ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ഇവിടെ കിടക്കും. അപ്പൊ ഈ 3 ഈവിളായി അല്ല ഒരെണ്ണം മതിയെങ്കിൽ ഒരെണ്ണമായിട്ടും കിട്ടും. ഇതിങ്ങനെ ഓരോ കണ്ണികളാ. അപ്പൊ ഇത് ഓരോന്നായിട്ടും കിട്ടും.
അപ്പോൾ ബ്രേസ്ലെറ്റ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം, മാലയായിട്ട് വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കണം. അപ്പോൾ കമ്മലുമായി ഇതാ ബ്രേസ്ലെറ്റുമായി. അപ്പം ഞാൻ തിരിച്ചു പറയുന്നു, ഈ വട്ടക്കണ്ണികൾ മാറ്റിയിട്ട് നിങ്ങൾ ഇത് മതിയെങ്കിൽ ഇത് മതി, ഇല്ലെങ്കിൽ ഇത് മാറ്റിയിട്ട് നമ്മളുടെ ഉർവശിയുടെ ചെയിൻ ഉണ്ടല്ലോ അത് ഇട്ട് തരും കേട്ടോ. അപ്പോൾ ഒരെണ്ണോ 2 എണ്ണോ 3 എണ്ണോ 6 എണ്ണോ അതെങ്ങനെ ചിലരെങ്ങനെയാ വെച്ചാൽ ഫുൾ വേണമെന്ന് പറയും. അപ്പോൾ അതനുസരിച്ച് നമ്മളിത് സെറ്റ് ചെയ്ത് കൊടുക്കും കേട്ടോ. പിന്നെ ഉള്ളതാണ് ഈ മാല ഇടണ പോലെ, ഇതാ മാല. ഇതും ഈ പറഞ്ഞ പോലെ നമുക്കിത് എത്ര എണ്ണം വേണമെങ്കിൽ ഇങ്ങോട്ട് കൂട്ടാം. അതുപോലെ ഇത് മാറ്റിയിട്ട് ചെയിനാക്കാം, ത്രെഡാക്കാം, എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അപ്പൊ ഈ ഒരു കണ്ണുണ്ടല്ലോ ഇതിനാണ് വില, ഒരെണ്ണത്തിനാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. അത് വലിയ പ്രൈസ് ഒന്നും അല്ല, അറിയാലോ നിങ്ങൾക്ക്, ഇത്രയേ വരുള്ളൂ. ഇത് തന്നെ ചിലർ പാദസരായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, അങ്ങനെയും ചെയ്യാം. പക്ഷെ ഇതിന്റെ എങ്ങനെയാ വെച്ചാൽ സ്റ്റോക്ക് വളരെ കുറവുള്ളൂ. അതുകൊണ്ട് അത്യാവശ്യമുള്ളവര് പെട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കിട്ടും, അങ്ങനെയാണ് കേട്ടോ. അപ്പൊ ഇതാണ് ഈവിൾ ഐ. ഇതിന്റെ തന്നെ ബ്ലാക്കും വരുന്നുണ്ട്, പക്ഷെ ബ്ലൂ ആണ് കുറച്ചും കൂടി ആൾക്കാർ ചോദിക്കണത്. അപ്പൊ അത് കാരണം കറുപ്പിടുമ്പോ ഇനിയിപ്പോ അതൊരു ഇതാവണ്ടാച്ചിട്ട് ബ്ലൂ ആണ് എല്ലാവരും ചോദിക്കുന്നത്. ഇതാവുമ്പോ പെട്ടെന്ന് മനസ്സിലാവില്ല എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പൊ ഇതാണ് ഈ ഈവിൾ ഐന്റെ സെറ്റ്. അടുത്തതാണ് ഇങ്ങനെ കുട്ടി നെക്ലസുകൾ, കൊച്ച്. ഇത് പണ്ടൊക്കെ ഞങ്ങളുടെ കല്യാണത്തിന്റെ സമയത്തൊക്കെ ഇങ്ങനെയായിരുന്നു നെക്ലസ്. ഇതിങ്ങനെ ഒരു കുഞ്ഞ ഇങ്ങനെ വന്നിട്ട് ഒരു പടിയുമ്പ നെക്ലസും പിന്നെ മാല അങ്ങനെയായിരുന്നു. അപ്പൊ ഇത് എങ്ങനെയാ വെച്ചാല് ഇതന്നെ റൂബി വരുന്നുണ്ട്. ഇതിപ്പോ ഞാൻ വൈറ്റ് സ്റ്റോൺസ് മാത്രം 2 പാറ്റേൺ കാണിക്കണുള്ളൂ. ഇതന്നെ റൂബി ഉണ്ട്, അത് ഞാൻ പിന്നെ കാണിക്കാം. അപ്പൊ ഇതിന്റെ തന്നെ സ്റ്റഡും വരുന്നുണ്ട്, വളയും വരുന്നുണ്ട്, ഒക്കെ സെപ്പറേറ്റ് ആണ്. ഇപ്പൊ ഞാൻ മാല മാത്രമേ കാണിക്കണുള്ളൂ കേട്ടോ. പിന്നീട് ഞാൻ സെറ്റായിട്ട് കാണിക്കാം. ഇനിയിപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ ഞാൻ സെപ്പറേറ്റ് വാട്സപ്പ് നമ്പർ ഞാൻ ഇപ്പോൾ ഇതിൽ കൊടുക്കും. അപ്പോൾ അതിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ പിന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചോദിക്കുക കേട്ടോ. വാങ്ങിക്കണം എന്നുള്ള ആഗ്രഹമുള്ളവർ മാത്രം, വെറുതെ കാണാൻ വേണ്ടി ചോദിക്കരുത്. കാരണം അടുത്തൊരു വീഡിയോയിൽ ഞാനത് ഇടും, അപ്പോൾ കാണാം. അപ്പം അങ്ങനെ. അപ്പം ഇതാണ് ഇങ്ങനെ ഒരു മാല. ഇത് സെപ്പറേറ്റ് ആണ്. ഇപ്പം നിങ്ങൾക്ക് ഇതുപോലെ കനുള്ള ചെയിനിൽ ഇടണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ചെയിൻ മാറ്റി കനുള്ള മാലയിലിടാം. അല്ല നിങ്ങൾക്ക് ലോക്കറ്റ് മാത്രം മതി എന്ന് പറഞ്ഞാൽ അങ്ങനെയും നമ്മൾ തരും. നിങ്ങളുടെ ഗോൾഡ് ചെയിനിൽ ധൈര്യമായിട്ട് ഈ ലോക്കറ്റ് കൊളുത്താം, വട്ടക്കണ്ണിയാണെന്ന് മാത്രം ഉണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ അതനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ലോക്കറ്റ് മാത്രം വാങ്ങിച്ചാൽ മതി. ഇത് ഗോൾഡ് ചെയിനായ കുറേ കാലം നിങ്ങൾക്ക് ഈ ലോക്കറ്റ് യൂസ് ചെയ്യാം. പിന്നെ ഇതെല്ലാതും റീപ്ലേറ്റ് ചെയ്യുന്ന ഓർണമെന്റ്സ് ആണ് നമ്മളുടെ കയ്യിലുള്ളത് കേട്ടോ. അപ്പൊ ഇതും ഇഷ്ടമായി എന്ന് വിചാരിക്കണു. ഇനി അതിന്റെ അടുത്തതാണ് ഇത് കുട്ടി ലവ്. ഇതാ കണ്ടോ, ഇതിന്റെ തന്നെ ഈ പറഞ്ഞ പോലെ കമ്മല് വരുന്നുണ്ട്, സ്പ്ലിറ്റ് ബാംഗിൾസ് വരുന്നുണ്ട്. അപ്പൊ സ്പ്ലിറ്റ് ബാംഗിൾ ആകുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ സൈസ് പ്രശ്നം വരുന്നില്ല. നമ്മളിങ്ങനെ കൈമിട്ടിട്ട് അമർത്തി കഴിഞ്ഞാൽ നമ്മളുടെ കൈയിന്റെ സൈസിൽ നിന്നോളും. അപ്പൊ അതിന്റെ ഈ ലവ് എന്താ പറയാ, ഇപ്പോഴും എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സംഭവമാണ് ഈ ലവ് എന്ന എംബ്ലം. അപ്പൊ അതുകൊണ്ട് ഇതും അങ്ങനെ വരുന്നുണ്ട്. ഇതുപോലത്തെ മാലകൾ വേണമെങ്കിൽ ഇങ്ങനെ മാറ്റിയിടാന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. കാരണം എന്താ വെച്ചാല് ഈ ചിലർക്ക് ഇങ്ങനെ കനം കുറഞ്ഞ മാലയാവും ഇഷ്ടം, ചിലർക്ക് ഇതുപോലെ ഇത്തിരി കൂടി കനുള്ള മാലയാവും ഇഷ്ടം. ഇനിയിപ്പൊ ഞാൻ വീണ്ടും പറയണു, നിങ്ങളുടെ കയ്യിൽ സ്വർണ്ണമാല ഉണ്ടെങ്കിൽ അതേ വേണ്ടു, ഇത് വെറുതെ വാങ്ങിച്ച് കാശ് കളയണ്ട. കാരണം സ്വർണ്ണമാലയും ഇത് ഇടുമ്പോ എങ്ങനെയാ വെച്ചാൽ കുറേ നാളുകൾ ഇത് യൂസ് ചെയ്യാം. ഇതാവുമ്പോ പെട്ടെന്ന് കളർ പോകാൻ ചാൻസ് ഉണ്ട്, പ്രത്യേകിച്ച് ഇപ്പൊ ഉഷ്ണമുള്ള സമയം ആയതുകൊണ്ട് കേട്ടോ. പിന്നെ ദേ അതിൽ തന്നെ ആ പാറ്റേണിൽ നമ്മളുടെ കയ്യിൽ കണ്ടമാനം ലോക്കറ്റും ഇങ്ങനത്തെ മാലകളും ഉണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോക്കറ്റ് മാത്രം മതിയെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വാങ്ങിക്കാം. പക്ഷെ നിങ്ങൾക്ക് ഇതുപോലെ ഇടാൻ പറ്റണം എന്നില്ല കേട്ടോ. ഇങ്ങനെ രണ്ട് കുഴയമ കണ്ണിയാണ്. അപ്പൊ ഇങ്ങനെ ഇടാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം, ഇല്ലെങ്കിൽ ഇങ്ങനെ മാല അടക്കം വാങ്ങിക്കുകയാണ് നല്ലത്. ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള പാറ്റേൺസാണ്. ഇത് നോക്കി, വളരെ സിമ്പിളാ. ഇതെങ്ങനെ കിടക്കണുണ്ടെന്ന് എനിക്ക് കാണുന്നില്ല. അത് പിന്നെ അതെ അതിൻ്റെ തന്നെ ഇതാ നോക്കിയേ, സിമ്പിൾ ആയിട്ടുള്ള ലീഫാണ്. ഉണ്ടോ, കാണുന്നുണ്ടോ ഡിവൈനെ? ആ, ഇത് ഒരൊറ്റ ലീഫ് ഉണ്ടോ. ഇത് അങ്ങനെ ഒരു പാറ്റേൺ വരുന്നുണ്ട്. പിന്നെ ഇത് നമ്മൾ നേരത്തെ ലവിന്റെ പാറ്റേൺ കണ്ടതിന്റെ വേറൊരു പാറ്റേൺ. ഇത് പിന്നെ ഇതിങ്ങനെ 2 ലവ് ബേർഡ്സ്. ഇതൊരു ചാവി. ഇതൊക്കെ ഞാൻ സ്റ്റാറ്റസ് ഇടുമ്പോ കുട്ടികൾ ചോദിക്കാറുണ്ട്, അപ്പൊ ഒറ്റയ്ക്ക് കാണണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാനിപ്പോ ഇതിങ്ങനെ കാണിക്കണത് കേട്ടോ.
പിന്നെ ഇത് ഞാൻ കാണിച്ചു തോന്നുന്നുണ്ടല്ലോ ഡിവൈന ഇല്ല അല്ലേ? ഇതൊക്കെ ഇതിങ്ങനെ വളരെ സിമ്പിൾ ആയിട്ടുള്ളത്. ഇതിന്റെ തന്നെ ഇങ്ങനെ വളയുണ്ട്, ഇങ്ങനെ ഒറ്റക്കല്ലായിട്ടുള്ള വള വരുന്നുണ്ട്, കുഞ്ഞ് സ്റ്റഡും വരുന്നുണ്ട്. വളയും മാലയും കമ്മലും മോതിരം ഒക്കെ നമ്മളുടെ കയ്യിലുണ്ട് കേട്ടോ. നിങ്ങൾ ഇന്ന സെറ്റ് ഇത്ര വിലയിൽ വേണമെന്ന് പറഞ്ഞാൽ ആൻറ്റി അത് സെറ്റാക്കിയിട്ട് ശരിക്കും ചെയ്ത് കണ്ടോ. ഇങ്ങനെയാണ് ലോക്കറ്റ് വരുന്നത് കണ്ടോ. ഇതുപോലെ കൊണ്ടുപോയിട്ട് നിങ്ങൾ ഇതുമേ നിങ്ങളുടെ ഗോൾഡ് ചെയിൻ ഉണ്ടെങ്കിൽ അതൊരു വട്ടക്കണ്ണിയമേ ഇങ്ങനെ ഇടുകയാണ് ചെയ്യണത്. അപ്പൊ എങ്ങനെ വേണമെങ്കിലും നമുക്ക് തരാം. ഒറ്റയ്ക്ക് ലോക്കറ്റ് ഒറ്റയ്ക്ക് വേണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ചെയിൻ വിത്ത് ലോക്കറ്റ് ആണെങ്കിൽ അങ്ങനെ, എങ്ങനെ വേണമെങ്കിലും നമ്മൾ ചെയ്തു തരും കേട്ടോ. അപ്പൊ ഞാനേ എല്ലാം മാലയും കൂടി കാണിച്ചു തന്നാൽ നിങ്ങൾക്കും ആശയക്കുഴപ്പമാവും. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതിപ്പോ സിമ്പിൾ ആയിട്ടുള്ള നെക്ലസുകൾ മാത്രമാണ് ഞാൻ കാണിച്ചത്. പിന്നെ ഈവിളായി ഇത് ഞാൻ കോമൺ ആയിട്ട് കാണിച്ചതാണ്. അപ്പൊ ഇന്നല്ല ഏത് വീഡിയോസ് എടുത്ത് നോക്കുമ്പോഴും നിങ്ങൾക്ക് ഇത് ഓർമ്മ വരണം. അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് കാണിക്കാം കേട്ടോ. വളരെ ഉപകാരമുള്ള സംഭവമാണ്. പിന്നെ കുട്ടികൾക്ക് ആനവാലിന്റെ വള ഇടുന്നുണ്ട്, കുട്ടികൾക്ക് നല്ല വലിയവർക്കും ഉണ്ട്. അപ്പൊ ഇത് കരിമണിയുടെ വള, ഇതൊക്കെയാണ് മെയിനായിട്ട് ഇപ്പൊ പോകുന്ന സംഭവങ്ങൾ കേട്ടോ. പ്രത്യേകിച്ച് വെക്കേഷനാണ്, നമ്മൾ കുട്ടികളെയും കൊണ്ട് പുറത്ത് പോകുമ്പോൾ അവർക്ക് കണ്ണ് പെടണ്ട എന്നുള്ളൊരു വിശ്വാസം ഉണ്ടല്ലോ, അതിന് ആസ്പദമാക്കിയിട്ടുള്ളതാണ് ഈ സംഭവം. അപ്പൊ അതും വെള്ള ഫുൾ കുഞ്ഞു കുഞ്ഞു നെക്ലസുകൾ, ഇങ്ങനത്തെ കണ്ടമാനം ലോക്കറ്റ്സ് നമ്മളുടെ കയ്യിലുണ്ട്. അപ്പൊ ഇത് ഇങ്ങനെ ഇടുന്ന ലോക്കറ്റുകൾ ആയതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചിട്ടുള്ളത്. സിംഗിൾ ആയിട്ട് ഇടുന്ന ലോക്കറ്റുകൾ കുഞ്ഞിതൊക്കെ വേറെ ഉണ്ട്. അത് ഇങ്ങനെയല്ല, ഡബിൾ ഇതല്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഏറ്റവും ആദ്യം ഇന്ന സാധനം കാണണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ അത് പറഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും അതിൽ ഉൾപ്പെടുത്താം. അപ്പം നമുക്ക് നാളെ ഇതുപോലെ കാണാന്നുള്ള വിശ്വാസത്തിൽ ഇന്ന് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മളുടെ ഡെയിലി കാര്യങ്ങൾ ബാക്കിയുള്ളത് നിങ്ങൾ കണ്ടോളൂ.